ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് അത് കണ്ടവർക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി മിക്കവാറും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ IELTS ആൻഡ് ജർമ്മൻ എക്സ്പീരിയൻസിനെ പറ്റിയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ +2 കഴിഞ്ഞ് നേരെ വേറൊരു തോട്ടും ഇല്ലാതെ തന്നെ ഞാൻ IELTS എഴുതാൻ വേണ്ടിയിട്ട് പോയി. IELTS എഴുതുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹമായിരുന്നല്ലോ വെളിയിൽ പോകണം എന്നുള്ളത്. അതുകൊണ്ട് ആ ജേർണിക്കുള്ള പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ +1 +2 സമയത്ത് എനിക്കിങ്ങനെ പെട്ടെന്ന് ആൻസൈറ്റി ആണോ എന്നറിയത്തില്ല, ഇങ്ങനെ പെട്ടെന്നെല്ലാം പഠിച്ച് വയ്ക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി റെഫർ ചെയ്യുമായിരുന്നു. ഇങ്ങനെ IELTSൻ്റെ സ്പീക്കിംഗ് എങ്ങനെയാണ്, റൈറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ നോട്ട് പോലെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കാരണം കോവിഡിൻ്റെ സമയമായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് നേരിട്ട് ലൈവ് ക്ലാസ്സസ് ഒന്നും ഇല്ലായിരുന്നല്ലോ, ഓൺലൈൻ ക്ലാസ് അല്ലേ. അപ്പോൾ ഈ ഇടയ്ക്ക് കിട്ടുന്ന സമയമൊക്കെ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒന്ന് എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ നമ്മുടെ മറന്നുപോയി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെഡിസിറ്റി ആണെന്ന് തോന്നുന്നു, എന്തോ ഇങ്ങനെ ഓൺലൈൻ ടീച്ചിങ് ഉണ്ട് IELTSൻ്റെ. അത് ജസ്റ്റ് ഒന്ന് 1 മാസത്തേക്ക് ഞാൻ കൂടിയായിരുന്നു. അതല്ലാണ്ട് തന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ നേരിട്ട് ചെന്ന് പഠിക്കുന്നാലേ എനിക്ക് മാർക്ക് കൂടുന്നതെന്ന് വിചാരിച്ച് ഞാൻ കോട്ടയം സാൻറ്റാ മോണിക്കയിലായിരുന്നു IELTS പഠിക്കാൻ വേണ്ടി ചെന്നത്. അങ്ങനെ ഞാൻ 1 മാസത്തേക്കാണ് ചേർന്നത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയെ ഞാൻ പോയുള്ളൂ. കാരണം എനിക്കെന്തോ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാനത് നിർത്തി. അത് അവരുടെ ടീച്ചിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, എനിക്കെന്തോ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം എന്നും ഈ ബസ്സിലൊക്കെ ഭയങ്കര റഷായിരുന്നു. രാവിലെ എണീറ്റ് പോകണമായിരുന്നു. അവിടെ 1 മണി വരെ ആയിരുന്നെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷെ ഞാനെന്തോ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഞാനിങ്ങനെ പോന്നു. പക്ഷെ പിന്നെ ഞാൻ സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കി IELTS പഠിച്ച് പോയിരുന്നു എഴുതിയത്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് കിട്ടി. 4 മൊഡ്യൂളും കിട്ടി, എല്ലാം കഴിഞ്ഞു. അങ്ങനെ പാസ്സായി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ എല്ലാം കിട്ടിയായിരുന്നു. അപ്പോഴാണ് ഈ മറ്റേ ട്യൂഷൻ ഫീസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ എൻ്റെ ഗട്ട്സിന് സമ്മതിച്ചില്ല പോയി അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ ഓർത്ത് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് അടച്ച് അവസാനം അതൊരു വലിയ പ്രാരാബ്ധമാവും എന്ന് ഓർത്തിട്ട് എനിക്കെന്തോ ഇതങ്ങോട്ട് എൻ്റെ മനസ്സങ്ങോട്ട് ചെന്നില്ല. ഇപ്പം അത് ഓർക്കുമ്പം ഞാനങ്ങനെ ചെയ്തതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ ജർമ്മനൊക്കെ എളുപ്പമാണോ, കുഴപ്പമുണ്ടാവുമോ? അവരിപ്പോൾ ആ സമയത്ത് ഈ ജർമ്മൻ പഠിക്കുമ്പം 4 സ്റ്റേജാണ് കൂടുതലും മെയിനായിട്ടുള്ളത്. A1 A2 B1 B2 C1 C2 ഒക്കെ ഉണ്ട്. D ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഈ പുറത്തോട്ട് പഠിക്കാനാണെങ്കിലും ജോബിനാണെങ്കിലും B2 വരെയാണ് മെയിൻലി അവർ നമ്മളോട് പറയുന്നത് ക്രൈറ്റീരിയ ആയിട്ട്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരൊക്കെ ആ സമയത്ത് A1 A2 സ്റ്റേജിലായിരുന്നു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലടി, ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് തന്നെയാണ് വേർഡ്സ്, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ പഠിച്ചാൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർത്തു ഫൈൻ, എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്തായാലും വെളിയിൽ പോകണമല്ലോ. ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ ABC എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടയത്തെ ബ്രാഞ്ചിലാണ് ഞാൻ ചെന്നത് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എനേബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കാക്കനാടാണ് ഉണ്ടായിരുന്നത്. അത് ഏതോ ഒരു കോളേജുമായിട്ട് KMM ഏതോ ഒരു കോളേജുമായിട്ട് ടൈപ്പ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ ആ കോളേജിൻ്റെ ഹോസ്റ്റലിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്ന ജർമ്മൻ നമ്മൾ സത്യം പറഞ്ഞാൽ പഠിക്കുന്നത് 1 ഇയർ ജേർണിയാണ്. എന്നിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ഒബ്വിയസ്ലി വേറൊരു ലാംഗ്വേജ്, വേറൊരു എഴുത്ത് രീതി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷേ നമ്മുടെ വേർഡ്സൊക്കെ വ്യത്യാസമാണ്. അങ്ങനെ ഞാൻ A1 കഴിഞ്ഞു, A2 കഴിഞ്ഞു, B1 എത്തി. സത്യം പറഞ്ഞാൽ നല്ല പാടായിരുന്നു, നല്ല ഡിഫിക്കൽട്ടായിരുന്നു ആദ്യം കയറിയ സമയത്ത്. പിന്നെ പഠിച്ച് വന്നപ്പോൾ കുറച്ചൊക്കെ ഈസി ആയിട്ട് വന്നു. പിന്നെ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഈവൻ നമ്മുടെ IELTS തന്നെ സ്പീക്കിങ്, റൈറ്റിങ്, റീഡിങ്, ലിസണിങ് ഇതെല്ലാം ജർമ്മനിലാന്നേ ഉള്ളൂ. അങ്ങനെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഈ വേറൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ടച്ച് പോകും. പിന്നെ ഈ ജർമ്മൻ പഠിച്ചപ്പോൾ വേറൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിംഗ് എല്ലാം ഞാൻ മറന്നുപോയി. കാരണം ഇംഗ്ലീഷ് തന്നെയാണല്ലോ നമ്മൾ എഴുതുന്നത്, ജർമ്മനിലാണെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പഠിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ.
അങ്ങനെ അത് കഴിഞ്ഞു. അതിൻ്റെ ഈ B1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് UK ഓഫർ ചെയ്യുന്നു, വെയിൽസിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡാഡി എനിക്ക് അയച്ചു തരുന്നത്. എനിക്ക് അയച്ചു തന്നപ്പം ഒബിയസ്ലി ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഓർത്ത് ഫേക്ക് ന്യൂസ്, പിന്നെ ജർമ്മനി പഠിപ്പിക്കുന്ന പോലെ UK ഇപ്പോൾ പഠിപ്പിക്കാൻ പോകല്ലേ എന്ന് ഓർത്തിട്ട് ഞാനത് നെഗ്ലക്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. പക്ഷെ ഡാഡി പറഞ്ഞു, ഡാഡിയും മമ്മിയും കൂടെ പറഞ്ഞു, ഉറപ്പായിട്ടും നീ ഇത് ഫേക്കോ എന്തെങ്കിലും ആവട്ടെ, പോകാനായിട്ടൊന്നുമില്ല, നീ ജസ്റ്റ് ഒന്ന്. ഞാൻ എന്നിട്ട് അവിടുന്ന് ഞാൻ നമ്മുടെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ എറണാകുളം ഏലൂർ ഏജൻസി വഴിയാണ് ഞാനിവിടെ എത്തിയത്. ഏലൂരിലോട്ട് പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കി. അവർ പറഞ്ഞിരുന്ന ക്രൈറ്റീരിയ, അന്ന് എന്നോട് പറഞ്ഞിരുന്നത് IELTS വേണം, IELTSന് മിനിമം 6.5 അങ്ങനെ എന്തോ വേണം, പിന്നെ എന്താ ഇംഗ്ലീഷിന് നല്ല സ്കോറായിരിക്കണം, പിന്നെ ബയോളജിക്ക് എത്രയോ പെർസെൻറ്റേജ് 80 ആണെന്ന് തോന്നുന്നു, എത്രയോ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, നോ ഇഷ്യൂസ് എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ ഭാഗ്യം കൊണ്ട്, ഇതൊക്കെയാണ് ദൈവം ഓരോന്ന് പറയുന്നത്, എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് IELTS ഉണ്ടായിരുന്നു, മാർക്കുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ വന്നു. സൗത്ത് വെയിൽസ്, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ് ആണ്. അവിടെ നിന്ന് ഇൻ്റർവ്യൂ വന്നു. ഫസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ചെക്ക് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം അത് കിട്ടി. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നഴ്സിങ്ങിൻ്റെ ഒക്കെ നോളജിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഇൻ്റർവ്യൂ ആയിരുന്നു, അതും കിട്ടി. അങ്ങനെ ഇതാണ് നമ്മുടെ ഇൻ്റർവ്യൂ പ്രൊസീജിയേഴ്സ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. നമ്മുടെ ഇൻ്റർവ്യൂ വരെയുള്ള പ്രോസസ്സിങ് അവിടം വരെ അങ്ങനെയായിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, കാരണം ഇത് അത്യാവശ്യം കുറച്ചധികം ലെന്തായി പോകുന്നുണ്ട്. സോ സീ യു ദെൻ, ബൈ.